ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭരണത്തിലേറിയതിന് പിന്നാലെ പരിഷ്കാരങ്ങളെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറലായി നിൽക്കുകയാണ് ലോക രാജ്യങ്ങളിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ പരിഷ്കരണ ബില്ലുകൾ ഒപ്പിടുന്ന തിരക്കിലായിരുന്നു ശ്രീ ട്രംപ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഇപ്പോഴിതാ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന നടപടിയാണിപ്പോൾ ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്ന വൈറൽ വാർത്ത. ഇസ്രയേലിനെതിരെ സ്വീകരിച്ച നടപടികളെ തുടർന്നായിരുന്നു ട്രംപിന്റെ ദ്രുതഗതിയിലുള്ള പുതിയ നടപടി. ഇസ്രയേലുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഹമാസുമായിട്ടുള്ള പോരാട്ടത്തിനിടയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് ട്രംപിനെ ചൂണ്ടിപ്പിച്ചത്. അമേരിക്കയോ ഇസ്രയേലോ ഈ കോടതിയിൽ അംഗമല്ല. എന്നിട്ടും നെതന്യാഹുവിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി തിരിച്ചതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വിനയായത്. ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയെയും അമേരിക്കയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഇസ്രയേലിനെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരത്തി കോടതി ലക്ഷ്യമിടുകയാണ് എന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ എതിരെ നടപടി സ്വീകരിക്കാൻ കോടതിക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടികളെ അതിക്രമം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ആരംഭിക്കുന്നത്. രാജ്യങ്ങൾക്ക് നേരെ അതിക്രമം നടത്തിയ കോടതി അതിന്റെ പരിണിത ഫലം അനുഭവിക്കും എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കോടതിയിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ബന്ധുക്കളെയും അമേരിക്കയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല. ഇവരുടെ അമേരിക്കയിലെ സ്വത്തുക്കൾ മരവിപ്പിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ നടപടിയിൽ പ്രതികരിച്ച് മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ട്രംപിനെ കാണാൻ നെതന്യാഹു അമേരിക്കയിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതിക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ നടപടി എന്നതും ശ്രദ്ധേയമാണ്. 3 ദിവസം നെതന്യാഹുവിന്റെ സന്ദർശനം നീണ്ടുപോയി. ഈ ദിവസങ്ങളിലെല്ലാം വിവിധ പ്രതിനിധികളായി നിർണായക ചർച്ചകൾ അദ്ദേഹം നടത്തിയിരുന്നു. 124 രാജ്യങ്ങളാണ് ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. നേരത്തെയും ട്രംപ് ഭരണകൂടം ഈ കോടതിക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അഫ്ഗാനിലെ ഭീകരർക്ക് നേരെ സ്വീകരിച്ച നടപടി കോടതിയിൽ വലിയ അതൃപ്തി ഉളവാക്കിയിരുന്നു. ഇതിൽ അമേരിക്കയ്ക്കെതിരെ അന്വേഷണം നടത്താൻ അന്ന് കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ചീഫ് പ്രോസിക്യൂട്ടറായ ഫാറ്റു ബെർസൗദയ്ക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പിന്നീട് ജോ ബൈഡൻ അധികാരത്തിൽ വന്നതോടുകൂടി ഈ വിലക്ക് പിൻവലിക്കുകയായിരുന്നു. അത് മാത്രമല്ല, കോടതിയുടെ വിചാരണകളോട് ബൈഡൻ ഭരണകൂടം സഹകരിക്കുകയും ചെയ്തിരുന്നു. ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് തൊട്ടുപിന്നാലെ പലസ്തീൻ അനുകൂല പ്രതിഷേധ സമ്മേളനത്തിന് അനുമതി തേടിയിരുന്നതായി വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇസ്രയേലിനെ ഹമാസ് അങ്ങോട്ട് കയറി ആക്രമിക്കുകയും തിരിച്ച് പ്രത്യാക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ മാത്രം നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെയോ അമേരിക്കയ്ക്കെതിരെയോ ഒരു വാക്ക് പോലും മിണ്ടാൻ റൈറ്റ്സ് ഇല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് ഹമാസിനെതിരെ ഒരക്ഷരവും മിണ്ടാതിരിക്കുന്നത്? ക്രിമിനൽ കോടതി ശരീഅത്ത് കോടതികളായിട്ട് അധപ്പതിച്ചു പോയോ? മധ്യ ലണ്ടനിലാണ് പ്രകടനം നടത്താൻ ഇവർ അനുമതി ആവശ്യപ്പെട്ടിരുന്നത്. പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ എന്ന സംഘടനയാണ് മെട്രോപൊളിറ്റൻ പോലീസിനോട് ഒരു വലിയ പ്രകടനം നടത്താൻ അനുമതി ചോദിച്ചത്. 2023 ഒക്ടോബർ 7 ഉച്ചയ്ക്ക് 12:50 സംഘാടകർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പ്രകടനത്തിന് അനുമതി തേടിയത്. ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ആദ്യ റോക്കറ്റ് അയച്ച് 8 മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഫോൺ കോൾ എത്തിയത്. ഹമാസ് ഭീകരർ ഈ ഫോൺ കോൾ ലഭിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് ആക്രമണം നടത്തിയത്.
ഒക്ടോബർ 14 മാർച്ച് നടത്തുന്നതിന് വേണ്ടിയാണ് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ അനുമതി തേടിയത്. എന്നാൽ ഒക്ടോബർ 14 ഈ ട്രഫൽഗാർ സ്ക്വയറിൽ നടത്തിയ പ്രകടനം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സമരക്കാർ പോലീസിന് നേർക്ക് കുപ്പികളും പ്ലക്കാർഡുകളും എറിയുകയായിരുന്നു. അന്ന് 15ഓളം പ്രവർത്തകരെ പോലീസ് പിടികൂടിയിരുന്നു. ചില സമരക്കാർ പാരാഗ്ലൈഡറുകളിലാണ് എത്തിയിരുന്നത്. ഇവരുടെ മുതുകിൽ ഇംഗ്ലണ്ട് ഒരു ഭീകര രാജ്യമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും കയ്യിൽ തീവ്രവാദ സംഘടനകളുടെ പതാകകളും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഹമാസിന് നേരെ പ്രത്യാക്രമണം ആരംഭിക്കുന്നതിന് മുമ്പായി UK പല നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ജൂതന്മാരുടെ ആരാധനാലയമായ സിനഗോഗിന് മുന്നിലേക്കും പ്രകടനം നടത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. കഴിഞ്ഞ 16 മാസമായി UK നിരന്തരമായി ഇസ്രായേൽ വിരുദ്ധ റാലികൾ നടന്നിരുന്നു. പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടികളിൽ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ സംഘടനയെ തള്ളിക്കളയണം എന്നാണ് ഭൂരിപക്ഷം പേരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഇവർക്ക് ആരും തന്നെ പിന്തുണ നൽകരുത് എന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവരുടെ എല്ലാം ഇസ്രായേൽ വിരുദ്ധത സംഘടിതമാണ് എന്ന് തന്നെയാണ്. ആ ഇസ്രായേൽ വിരുദ്ധതയെ വേരോടെ പിഴുതെറിയുന്ന ഒരു സമീപനമാണിപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ കലാലയങ്ങളിൽ ജൂതവിരുദ്ധ പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ അരങ്ങേറിയപ്പോൾ ആ വിദ്യാർത്ഥികളൊന്നും ഇനി അമേരിക്കയിൽ പഠിക്കണ്ട, കലാലയങ്ങളിൽ വരുന്നത് പഠിക്കാനായിരിക്കണം, മതം വളർത്താനായിരിക്കരുത്. അങ്ങനെ പ്രതിഷേധം നടത്തിയ കുട്ടികൾക്കൊക്കെ TC കയ്യിൽ കൊടുത്തിട്ട് വിട്ടോളാൻ പറയാൻ ട്രംപിന് കഴിഞ്ഞു. ഏത് ക്രിമിനൽ കോടതികളായിരുന്നാലും ശരി, അമേരിക്കയെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അമേരിക്ക അവരെ കൃത്യമായിട്ടുള്ള മര്യാദ പഠിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഒരു റൈറ്റ്സും ഇല്ലാതിരിക്കെ ഇസ്രായേലിനെയും അമേരിക്കയുടെ മേലും കുതിര കയറാൻ ശ്രമിച്ച ക്രിമിനൽ കോടതിക്ക് മറുപടി കിട്ടി. അതേപോലും ചുമ്മാ ഇരുന്ന ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയും അവരിൽപ്പെട്ട 1400 പേരെ ഇല്ലാതാക്കിയിട്ട് ആയുധങ്ങൾക്ക് ഇരയാക്കിയിട്ട് 257 പേരെ പിടിച്ചു കൊണ്ടുപോയി ബന്ധികളാക്കി. ആ ബന്ധികളാക്കിയവരെ വളരെ ക്രൂരമായ രൂപത്തിൽ ഉപദ്രവിച്ച് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അവരിപ്പോൾ നല്ല പിള്ളമാണ്. എന്തായിരുന്നാലും ക്രിമിനൽ കോടതി ആയിരുന്നാലും UN ആയിരുന്നാലും കൃത്യമായിട്ട് ഇസ്രായേൽ ചെയ്യുന്നത് കാണുന്നുണ്ട്, അമേരിക്ക ചെയ്യുന്നത് കാണുന്നുണ്ട്. തന്ത്രപൂർവം ഹമാസും പലസ്തീനും ഒന്നും ചെയ്യുന്നത് അറിയാത്തത് വളരെ സന്തോഷം. നന്ദി.